guys, it's me Jobin from MS Solutions. Any എന്തിനു വേറെ സൊല്യൂഷൻസ്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ മലയാളം പരീക്ഷയാണ് നാളെ, അതായത് 13/12/2024. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രാവിലെ മലയാളം ഫസ്റ്റും ഉച്ചയ്ക്ക് ശേഷം മലയാളം സെക്കൻഡുമാണ്. അപ്പം എല്ലാവരും പാഠഭാഗം കൃത്യമായി വായിച്ചു നോക്കണം. അതേ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നമ്മൾ എത്ര ചോദ്യങ്ങൾ ഇട്ടാലും എത്ര ഉത്തരങ്ങൾ പറഞ്ഞു തന്നാലും നിങ്ങളുടെ മനസ്സിൽ ആത്യന്തികമായി ഉണ്ടാകേണ്ടത് എന്താണ്? ആ പാഠഭാഗത്തിന്റെ ആശയം, സന്ദർഭം, കഥാപാത്രങ്ങൾ അത് ഉണ്ടായാൽ മാത്രമേ ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കൂ. അല്ലെ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, മലയാള ഭാഷ എന്ന് പറയുന്നത്, മലയാളം എന്ന വിഷയം എന്ന് പറയുന്നത് തലച്ചോറിൽ നിന്നും കണ്ടെത്തി എഴുതേണ്ട കാര്യങ്ങളല്ല. അല്ലെ, A+-B² ബാക്കിയൊന്നും എനിക്കറിയില്ല, ആ സംഭവം അല്ല. എന്താണ് മലയാളം? ഹൃദയത്തിന്റെ ഭാഷയാണ്. അല്ലെ, സ്നേഹം, നന്മ, കരുണ, അനുകമ്പ, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിശാലമായ ഭാഷയാണ്, വിഷയമാണ് മലയാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ MS പ്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ഏർക്ക് ഉണ്ടാകും, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പാഠഭാഗമെല്ലാം വളരെ കൃത്യമായി വ്യക്തമായി പഠിച്ചു പോവുക. ഓക്കെ അല്ലടാ? ഓക്കെ. അപ്പോൾ നമ്മൾ സമയം വൈകിപ്പിക്കുന്നില്ല, പോകുന്നു MS പ്രൊഡക്ഷൻ മലയാളം സെക്കൻഡിലെ MS പ്രൊഡക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം. അങ്ങനെ മുകളിൽ നിന്ന് കീഴോട്ട് ഊർന്നിറങ്ങുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായും അയൽവക്കക്കാരായി പാർത്തു. രണ്ടുപേർക്കും അവരവരുടെ കാര്യമായി ചെറുപ്പത്തിലെ ചെങ്ങാത്തം തേഞ്ഞു മാഞ്ഞു. സാമ്പത്തികമായ അതിമോഹങ്ങൾ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? എന്താണ് ചോദ്യം? സാമ്പത്തികമായ അതിമോഹങ്ങൾ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? കോഴിയും കിഴവിയും എന്ന കഥയുടെ അടിസ്ഥാനത്തിൽ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. പ്രതികരണക്കുറിപ്പാണ്. 4 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ്? ഈ മത്തായിയുടെയും മാർക്കോസിന്റെയും ജീവിതകഥ പരിശോധിക്കുമ്പോൾ സാമ്പത്തികമായ അതിമോഹമാണ് ആർക്കുള്ളത്? നമ്മുടെ മത്തായിക്കുള്ളത്. അതെന്താണ്? ജീവിതത്തിന്റെ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. പണത്തോടുള്ള ആർത്തി, മനുഷ്യന്റെ പണത്തിനോടുള്ള ആർത്തി സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോക്കാം, എന്താണ് കാരണമാകുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇത് കാരണമാകുന്നത്? സാമ്പത്തിക അസമത്വം വിഭാഗീയത ഉണ്ടാക്കുന്നു. അല്ലെ, പണത്തിനോടുള്ള താല്പര്യം മൂലം മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ എന്ത് വരുന്നു? സാമ്പത്തികമായി എന്ത് വരുന്നു? ഒരു അധിനിവേശം, താല്പര്യം ഉണ്ടാകുന്നു. പണത്തിനോട് താല്പര്യം വരുന്നു, സ്വത്തിനോട് താല്പര്യം വരുന്നു, ആഡംബരത്തിനോട് താല്പര്യം വരുന്നു. അപ്പോൾ പണത്തിനോടുള്ള ആർത്തി മനുഷ്യനിൽ നിന്നുണ്ടാക്കുന്നു സാമ്പത്തികമായ അസമത്വം, ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നു. പാവപ്പെട്ടവനെ, ദരിദ്രനെ എന്താണ് ഒന്ന് അംഗീകരിക്കുവാനോ മൈൻഡ് ആക്കാനോ നമ്മെ അത് സമ്മതിക്കില്ല എന്ന് കാണാൻ സാധിക്കും. പിന്നെന്താ? ഉള്ളവൻ ഇല്ലാത്ത അവസ്ഥ, അല്ലെ, ഉള്ളവനും ഇല്ലാത്തവൻ എന്നുള്ള അവസ്ഥ ഉണ്ടാക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഹങ്കാരം, ആർഭാടം മനുഷ്യത്വം ഇല്ലാതാക്കും. പണത്തിനോടുള്ള താല്പര്യം നമ്മളെ ആർഭാടത്തിലേക്ക് നയിക്കും, അഹങ്കാരത്തിലേക്ക് നയിക്കും. പിന്നെന്താണ്? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. മത്തായിയുടെ സാമ്പത്തിക വളർച്ച മൂട് മറന്ന മത്തായി എന്ന് കാണാൻ സാധിക്കും. അല്ലെ, മത്തായിക്ക് എന്താണ് ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നില്ലേ? മത്തായി മാർക്കോസിന്റെ എല്ലാ സ്വത്തുക്കളും എന്ത് ചെയ്യുന്നു? കരസ്ഥമാക്കുന്നു. എന്നിട്ടോ അവസാനം മത്തായി മാർക്കോസിന്റെ പുരീടം പോലും സ്വന്തമാക്കാൻ വേണ്ടി കോഴിയെ കൊന്നു എന്ന കള്ളക്കേസ് കൊടുത്ത് അദ്ദേഹത്തെ പോലീസിലേക്ക് ഏൽപ്പിക്കാൻ പോകുന്നു. അപ്പൊ എന്താണ് മൂടുമറന്ന മത്തായി? ചോദ്യം വരാം, എന്താണ് മൂടുമറന്ന മത്തായി എന്ന് പറയുന്നത്? മൂടുമറന്ന മത്തായി എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ നന്ദി കെട്ട, അല്ലെ, മാർക്കോസിന്റെ അപ്പച്ചനാണ് മത്തായിയുടെ അമ്മക്ക് ജീവിക്കാനുള്ള ഉപാധി കൊടുത്തത്. ആ ഒരു അപ്പച്ചന്റെ മോനാണ് മത്തായി എന്ന് ചിന്തിക്കാതെ, മാർക്കോസ് ചിന്തിക്കാതെ മത്തായി മൂടുമറക്കുന്നു, നന്ദി കെട്ടവനാകുന്നു. അതാണ് മൂടുമറന്ന മത്തായി എന്ന് പറയുന്നത്. പിന്നെയോ അതിമോഹം, അത്യാർത്തി, മാർക്കോസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ. അല്ലെ, അതിമോഹം വളരും പണത്തിനോടുള്ള ആർത്തി കൊണ്ട്. പിന്നെയോ അത്യാർത്തി വളരും. പിന്നെന്താണ്? മാർക്കോസിനെ ഇല്ലാതാക്കാൻ ആരെ ശ്രമിക്കുകയാണ്? മത്തായി ശ്രമിക്കുകയാണ്. അപ്പൊ സ്വാർത്ഥത ഉണ്ടാക്കും. എന്തെന്ന് പറയുന്നത്? പണത്തിനോടുള്ള താല്പര്യം, സമ്പത്തും മൂല്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ മത്തായി സമ്പത്തിനൊപ്പം നിൽക്കുന്നവനായി മാറുന്നു. സമ്പത്തും മൂല്യങ്ങൾ തമ്മിലുള്ള ഒരു വേർതിരിവ് എവിടെ ഉണ്ടാക്കും? ഈ പണത്തിനോടുള്ള താല്പര്യത്തിൽ. ഇപ്പൊ കോഴിയും കിഴയും എന്ന കഥ എടുത്ത് നോക്കിയാൽ സാമ്പത്തികമായ അസമത്വം കാണാൻ സാധിക്കും. മത്തായി ധനികനും മാർക്കോസ് ദരിദ്രനുമാകുമ്പോൾ ധനികനായ മത്തായിയിൽ സ്വാർത്ഥതയും ആഡംബരത്തിനുള്ള ഭ്രമവും അഹങ്കാരവും കാണുന്നു. അത് പാവപ്പെട്ടവനായ മാർക്കോസിനെ അംഗീകരിക്കുവാനോ രക്ഷിക്കുവാനോ നന്ദി കെട്ടവനായി മാറുവാനും ആര് ശ്രമിക്കുന്നു? മത്തായി ശ്രമിക്കുന്നു കാണാൻ സാധിക്കും. സെറ്റലടാ? അടുത്ത ചോദ്യം എന്താണ്? അതിന്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണു നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ്. ഈ വരികളിൽ തള്ളി നർമ്മം വിശദമാക്കുക. 4 മാർക്കിന്റെ ചോദ്യം വരാം. എന്താണ് നർമ്മം വിശദമാക്കുക? ഈ കാരൂരിന്റെ കഥകളൊക്കെ തന്നെ നർമ്മങ്ങളുള്ള കഥകളാണ്, ചിരി പറയുന്ന കഥകളാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്?
അതിൻ്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണു നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ് എന്നാണ്. അപ്പൊ കോഴിയെ കൊല്ലുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ രുചി നമ്മെ അല്ലാതെ ആസ്വദിക്കും, ആനന്ദിപ്പിക്കും, ആകർഷിപ്പിക്കും അല്ലേ? അപ്പൊ ഒരിക്കലും കോഴിയെ കൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടം വരില്ല. കോഴി എങ്ങനെ കൊല്ലുക? കഴുത്തറത്തിന് കൊല്ലുമ്പോൾ എന്ന് കോഴി കരയല്ലേ? ആ ഒരു സങ്കടം നമ്മുടെ മനസ്സിൽ വരുമോ? ഇല്ല. മറിച്ച് എന്താണ്, കോഴിയെ കൊന്നു കഴിയുമ്പോൾ അമ്മ ഇന്നുണ്ടാക്കി തരും, നല്ല ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചും തരും. അത് കാണുമ്പോൾ നമുക്ക് ഇന്നത്തെ സന്തോഷം ഉണ്ടാവും, വായിക്കൂടി വെള്ളം വരും. ആ ഒരു ജീവിതത്തിന്റെ മനുഷ്യരുടെ സ്വാർത്ഥതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കോഴിയെ കൊല്ലുമ്പോൾ കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ കൂടി വന്നു എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്താ? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എക്കാലത്തും പ്രസക്തമായ ജീവിത കാഴ്ചപ്പാടുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെത്. മുകളിൽ നൽകിയ ഗുരുദേവ സന്ദേശങ്ങളും സമകാലിക സാഹചര്യങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ 4 മാർക്കിന്റെ ചോദ്യം വരാം. എന്താണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തിന്റെ സന്ദേശങ്ങളെ ആസ്പദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് ശ്രീനാരായണ ഗുരു പറയുന്നത്? എന്താണ് ശ്രീനാരായണ ഗുരു പറയുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ലോകത്ത് മതം വേണ്ട, ജാതി വേണ്ട, മനുഷ്യന് മനുഷ്യത്വമാണ് വലുത് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കുറ്റിപ്പുഴ കൃഷ്ണപ്പുഴ ലേഖനമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും എല്ലാ കാലത്തും എക്കാലത്തും എല്ലായിടത്തും ഒരേപോലെ പ്രസക്തി ആർജിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ജാതി മറന്ന് മനുഷ്യത്വത്തോടുകൂടി ഒരുമിച്ച് നന്മ വളരുക ഏറ്റവും വലിയ ആശയമാണ് എന്ന് ഈ ലേഖനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ ലടാ? പിന്നെന്താണ്? ശ്രീനാരായണ സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഒരു ആവശ്യമാകുന്നു. കുറ്റിപ്പുഴ കൃഷ്ണപ്പുഴയുടെ ഈ നിരീക്ഷണം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. വീണ്ടും 4 മാർക്കിന്റെ ചോദ്യം. എന്താണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ദേശകാലോചിതമായി വിലയിരുത്തുക? ഈ കാലത്തിന്റെ ആവശ്യമാണ് എന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറയുന്നു, ലേഖകൻ പറയുന്നു. എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അല്ലെ, ദേശകാലോചിതമായി എല്ലാ ദേശത്തും, അമേരിക്ക ആയാലും, സ്വിറ്റ്സർലൻഡ് ആയാലും, ജർമ്മനി ആയാലും, പാരീസ് ആയാലും, പാകിസ്ഥാൻ ആയാലും, അഫ്ഗാനിസ്ഥാൻ ആയാലും, ഇന്ത്യ ആയാലും, റഷ്യ ആയാലും, ഇറ്റലി ആയാലും, ടിബറ്റൻ ആയാലും, ചൈന ആയാലും, കൊറിയ ആയാലും എല്ലായിടത്തും ശ്രീനാരായണ ഗുരുവിന്റെ ആശയം പ്രസക്തമാണ്. ഏത് ദേശമായാലും ഏത് കാലമായാലും ശ്രീനാരായണ ഗുരുവിന്റെ ആശയം പ്രസക്തമാണ് എന്ന് കാണാൻ സാധിക്കും. എന്താണ് ആശയം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യനായാലും മതി, മനുഷ്യത്വവും മനുഷ്യ നന്മയുമാണ് വലുതെന്ന് പറയുകയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. സെറ്റലടാ? ഈ സ്ലൈഡൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് പോകുന്നേ ഉള്ളൂ. ഓക്കെ ലടാ? പിന്നെന്താ? എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്ന് തന്നെ. നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ തിരക്കുഴിയെന്നും നടക്കടലെന്നും എന്നുണ്ടോ? എന്താണ് ഇതിൽ പറയുന്നത്? കുഞ്ഞിരാമനും നാരായണ ഗുരുവും തമ്മിലുള്ള സംവാദത്തിൽ നിന്ന്. പിന്നെയോ പേരും നാടും തൊഴിലും മാത്രമേ ചോദിക്കേണ്ടതുള്ളൂ, ആരു നീ എന്ന് ആരോടും ചോദിക്കേണ്ടതില്ല. കാരണം ശരീരം കണ്ടാൽ തന്നെ മനുഷ്യനാണെന്ന് തിരിച്ചറിയും. ശ്രീനാരായണ ഗുരുവിന്റെ ജാതിലക്ഷണം എന്ന കൃതിയിലെ വരികളാണ്. പിന്നെന്താ? കുറ്റിപ്പുഴ കൃഷ്ണപ്പള്ളിയുടെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നിട്ടുള്ള ആശയം കൂടി പരിഗണിച്ച് ഗുരുദേവ ദർശനങ്ങളും ഏകലോക സങ്കല്പവും എന്ന ശീർഷകത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. മക്കളെ 6 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ശ്രീനാരായണ ഗുരുവിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഈ പ്രഭാഷണം തയ്യാറാക്കേണ്ട ഘട്ടങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്തു വയ്ക്കുക. എന്താണ് പ്രഭാഷണം എന്ന് പറയുന്നത്? എന്താണ് ചോദ്യം? ഗുരുദേവ ദർശനങ്ങളും ഏകലോക സങ്കല്പവും. പ്രഭാഷണം ഏതെങ്കിലും വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ വരും, പത്രനീതിയിലോ പിന്നെന്താണ് ശ്രീനാരായണ ഗുരുവോ എന്നോ ആ പാഠഭാഗത്ത് നിന്ന്. ഇപ്പൊ എന്താണ് പ്രഭാഷണം ഇതിലൂടെ പറയുന്നത്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്യങ്ങൾ, വചനങ്ങൾ, സന്ദേശങ്ങൾ ഇന്നത്തെ കാലത്ത് പ്രസക്തമാണ്, ദർശനങ്ങൾ പ്രസക്തമാണ്. അപ്പൊ ഒരു പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് പറയും? മാന്യ സദസ്സിനു വന്ദനം എന്ന് പറയുമല്ലേ? അല്ലെങ്കിൽ എന്ത് പറയും? നമസ്കാരം അല്ലേ? തലൈവരെ നീങ്കള എന്ന് തമിഴിൽ പറയും. അതേപോലെ എന്താണ്? മാന്യ സദസ്സിന് വന്ദനം അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വേണം പ്രഭാഷണം ആരംഭിക്കാൻ. അപ്പൊ എന്താണ് നമ്മുടെ പ്രഭാഷണത്തിന്റെ വിഷയം എന്ന് പറയുന്നത്? ഗുരുദർശനങ്ങളും ഏകലോക സങ്കല്പവും. അപ്പൊ ഇങ്ങനെ പറയാം, മാന്യ സദസ്സിന് വന്ദനം, ഗുരുദർശനങ്ങളും ഏകലോക സങ്കല്പവും എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താണ് ശ്രീനാരായണ ഗുരു നിങ്ങളോട് പറയുന്നത്? പരസ്പരം സ്നേഹിക്കുക, മനുഷ്യത്വത്തിൽ ജീവിക്കുക, നന്മയിൽ വളരുക അല്ലെ? താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തോട് വിളിച്ചു പറയാവുന്ന എല്ലാ കാര്യങ്ങളും ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ ചേർത്ത്, സന്ദേശങ്ങൾ ചേർത്ത് പറയാൻ സാധിച്ചാൽ അത് നല്ലൊരു പ്രഭാഷണമാകും. ഇവിടെ പ്രഭാഷണത്തിന്റെ മാതൃക കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് പെട്ടെന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇപ്പൊ എന്തൊക്കെയാണ് പ്രഭാഷണത്തിൽ തയ്യാറാക്കേണ്ടത്? ലോകം മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും പേരിൽ കലഹിക്കുമ്പോൾ, ആക്രമണം ചെയ്യുമ്പോൾ, യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ നാം ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം
മനുഷ്യന് എന്ന വാക്യം മനസ്സിൽ കൊണ്ടുവരിക. പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം മാന്യ സദസ്സിന് വന്ദനമെന്നും അവസാനം എന്ത് നന്ദി നമസ്കാരം എന്നും പറയാൻ സാധിക്കണം. അപ്പോൾ എന്തായി, ഒരു അടിപൊളി പ്രഭാഷണത്തിന്റെ ആദ്യവും അവസാനവുമായി. നടുവിലെ കാര്യത്തിലാണ് മാർക്ക്, അത് നിങ്ങൾ കൃത്യമായി പാലിക്കുക. ഇവിടെ മാതൃക കൊടുത്തിട്ടുണ്ട്, അതേപോലെ നോക്കുക. ഓക്കേടാ. അടുത്ത ചോദ്യം എന്താ? പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ് സാമുവൽ ബട്ട്ലറുടെ ഈ നിരീക്ഷണത്തിന്റെ പൊരുൾ എന്ത്? പത്രം പറയുകയാണ് എന്താണ്, അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു എന്ന്, അല്ലേ? പത്രം എങ്ങനെയാണ്, ഒരു കാര്യം അച്ചടിച്ചാൽ നമ്മളത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യവും പച്ചയായി പറയുന്ന ഒരു രീതി പത്രങ്ങൾക്കുണ്ട്. ആ രീതിയെ കുറിച്ചാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ സാമുവൽ ബട്ട്ലറുടെ അഭിപ്രായമാണ് ഇവിടെ കൊടുത്തത്, അത് വ്യക്തമായി നോക്കുക. പത്രനീതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കേലടാ, ഓക്കെയാണ്. അടുത്തത് എന്താ? പത്രം അസത്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിന് ദിശാബോധം നൽകാനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്താനും പത്രങ്ങൾക്ക് സാധിക്കുന്നു. പത്രത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും പാഠഭാഗത്തിലെ ആശയവും പരിഗണിച്ച് മാധ്യമങ്ങളും സമൂഹവും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. മക്കളെ, മുഖപ്രസംഗം തയ്യാറാക്കാൻ ചോദ്യം വരും, 6 മാർക്കിന്റെ ചോദ്യം. പിന്നെ ഘട്ടങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഓക്കെ, അതൊന്ന് എടുത്ത് നോക്കുക. പിന്നെ എന്താണ് വിഷയം? മാധ്യമങ്ങളും സമൂഹവും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം. ഇപ്പൊ എന്താണ് വിഷയം? മാധ്യമങ്ങളും സമൂഹവും. ഇപ്പൊ മുഖപ്രസംഗം തയ്യാറാക്കാനാണ് ചോദ്യം. ഒരു തലക്കെട്ട് വേണം മുഖപ്രസംഗത്തിന്. തലക്കെട്ട് ഇതാ, മാധ്യമ ചുഴിയിലെ സമൂഹം എന്ന് പറയാം. മാധ്യമ ചുഴി, ചുഴിയിലട കടലിൽ ഇങ്ങനെ റൗണ്ടിൽ വരുന്ന സാധനം ചുഴി. ഇപ്പൊ മാധ്യമ ചുഴിയിലെ സമൂഹം എന്ന് പറയാം. ഇപ്പൊ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് എഡിറ്റോറിയൽ എന്ന്. അത് കൃത്യമായി വായിച്ചു നോക്കുക. സമൂഹത്തെ കാർന്നു നിന്ന അല്ലെങ്കിൽ സമൂഹത്തെ തെറ്റായ വിവരങ്ങൾ നൽകുന്ന പത്രത്തിന്റെ ധർമ്മത്തെ നാം ചോദ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഡിറ്റോറിയൽ തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ഓക്കെ അല്ലടാ, ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, എഡിറ്റോറിയൽ തയ്യാറാക്കേണ്ട ഉത്തരം. ഇപ്പൊ എഡിറ്റോറിയൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ഒരു ബോക്സ് വരച്ചു വെക്കുക, തലക്കെട്ട് കൊടുക്കുക, പിന്നെ പാരാഗ്രാഫ് ആയിട്ട് എഴുതുക, അല്ലെ? ഒരു 3 പാരാഗ്രാഫും കൊടുക്കുക. ഓക്കെ അല്ലടാ, ഓക്കെ. പിന്നെന്താണ് അടുത്ത ചോദ്യം? എന്താ? പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക. ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. പത്രധർമ്മത്തെക്കുറിച്ചുള്ള ജെഫേഴ്സന്റെ നിലപാട് ശ്രദ്ധിച്ചല്ലോ. സമകാലിക പത്രമാധ്യമങ്ങൾ ഈ ധർമ്മം പാലിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി മാധ്യമധർമ്മവും സമകാലിക മാധ്യമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. മക്കളെ, ഉപന്യാസം എന്ന ചോദ്യം പ്രതീക്ഷിക്കാം പത്രനിധിയിൽ നിന്ന് 6 മാർക്കിന്. ഇപ്പൊ എന്താണ് ചോദ്യം? മാധ്യമധർമ്മവും സമകാലിക പത്രമാധ്യമങ്ങളും. ഓക്കെ, സമകാലിക പത്രമാധ്യമങ്ങളും. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഒരു തലക്കെട്ട് വേണം. മാധ്യമ ചതി എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുക എന്താണ്? ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് മാധ്യമധർമ്മവും സമകാലിക പത്രമാധ്യമങ്ങളും. തീർത്തും ധാർമ്മിക മൂല്യബോധത്തോടു കൂടിയല്ല ഇന്നത്തെ പത്രങ്ങൾ പ്രവർത്തിക്കുന്നത്, മറിച്ച് സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയാണ്. ഇപ്പൊ ഇന്നത്തെ പത്രധർമ്മം എന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ്. കേവലം പരസ്യങ്ങൾക്കും കച്ചവട താല്പര്യത്തിനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് പത്രം എന്ന് പറയുന്നത്. അത്തരത്തിൽ സാമൂഹ്യ നീതിയോ ധർമ്മമോ ഇല്ലാത്ത പത്രങ്ങളുടെ പ്രവർത്തനത്തെ നാം എതിർക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഉപന്യാസം തയ്യാറാക്കാം. അപ്പോൾ പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നും ഉപന്യാസം തയ്യാറാക്കുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. സെറ്റലടാ. അടുത്ത ചോദ്യം എന്താ? പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക. ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. പത്രധർമ്മത്തെ കുറിച്ചുള്ള ജെഫേഴ്സന്റെ നിലപാട് ശ്രദ്ധിച്ചല്ലോ. സമകാലിക പത്രമാധ്യമങ്ങൾ ഈ ധർമ്മം പാലിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി മാധ്യമധർമ്മവും സമകാലിക പത്രമാധ്യമങ്ങളുടെ വിഷയത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. വന്നില്ലടാ, വീണ്ടും ഉപന്യാസം തയ്യാറാക്കാൻ ചോദ്യം വന്നില്ലേ? ഇപ്പൊ ഉപന്യാസം തയ്യാറാക്കുക എന്ന് പറയുന്ന ചോദ്യം ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. അത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ ഉപന്യാസം എന്നൊരു ചോദ്യം നിങ്ങളുടെ പാഠഭാഗത്ത് ഉറപ്പായും വരും. അത് നിങ്ങൾ ഉറപ്പായും മനസ്സിലാക്കിയിരിക്കണം. ഉപന്യാസം എന്ന് പറയുന്ന ചോദ്യം 6 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് എസ്സേ ടൈപ്പ്. അപ്പൊ മാധ്യമ ചതി എന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ഉപന്യാസം തയ്യാറാക്കി കൂടെ? ഇപ്പൊ ഉപന്യാസം നിങ്ങൾ മറക്കരുത്. ഇപ്പൊ പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും ഉപന്യാസം, അല്ലെ? ഉപന്യാസം പ്രതീക്ഷിക്കാം. ഒരിക്കലും മറക്കാതെ പഠിക്കണം. ഉപന്യാസം പ്രതീക്ഷിക്കാം. പിന്നെന്താണ്? മുഖപ്രസംഗം പ്രതീക്ഷിക്കാം. ഇപ്പൊ എങ്ങനെയാണ് ഉപന്യാസം തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് മുഖപ്രസംഗം തയ്യാറാക്കേണ്ടത് എന്ന് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിപ്സ് എന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പണയം എന്ന ചെറുകഥയിലെ കഥാപാത്രമായ ചെമ്പു മത്തായിയുടെ സ്വഭാവത്തിന് ഏറ്റവും യോജിക്കുന്ന പഴഞ്ചൊല്ല് താഴെ കൊടുത്തുവെന്ന് ഏതെന്ന് കണ്ടെത്തുക. അപ്പൊ ചെമ്പു മത്തായിക്ക് ചേർന്ന ഒരു പഴഞ്ചൊല്ല് ഏതാടാ?
അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ അണ്ണൻ കുഞ്ഞു തന്നാലായത്, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും. അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്നല്ലേ, അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്നാണ് ആർക്ക് യോജിക്കുന്ന പഴഞ്ചൊല്ല്? ചെമ്പുമത്തായിക്ക്. ആരെയും സഹായിക്കാത്ത കൊള്ള പലിശക്കാരനായ ചെമ്പുമത്തായിക്ക് യോജിക്കും തലക്കെട്ട് അല്ലെങ്കിൽ പഴഞ്ചൊല്ല് ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സെറ്റലടാ. പിന്നെന്താ, ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീ ആയിരുന്നു. അടിവരയിട്ട പ്രയോഗത്തിന്റെ അർത്ഥതലം കണ്ടെത്തുക. അപ്പൊ ചാക്കുണ്ണി തന്റെ ഇളയ മകന് സുഖമില്ലാത്തതിന്റെ പേര് ചികിത്സയുടെ പണത്തിന് വേണ്ടി താൻ ആഗ്രഹിച്ചു വാങ്ങിയ റേഡിയോ ആർക്ക് പണയം വെക്കുന്നു? ചെമ്പുമത്തായിക്ക്. അപ്പോൾ ഉള്ളിൽ തീ ആയിരുന്നു എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അല്ലെ, താൻ അത്രമാത്രം ആഗ്രഹിച്ചു വാങ്ങിയ റേഡിയോ പണയ വസ്തുവായതിലെ സങ്കടവും പിന്നെന്താണ് ഇളയ മകന്റെ അസുഖം വർദ്ധിച്ചു വരുന്നതിലെ സങ്കടവും ഇവിടെ കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം എന്താ? ഈ റേഡിയോയും പാട്ടൊക്കെ എനിക്കത്ര പിടുത്തില്ല. മനുഷ്യന്മാരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകള്, ആ നേരം വല്ല പണിയും എടുത്താൽ 4 കാശുണ്ടാക്കാം. തന്നിരിക്കുന്ന സൂചനയോടൊപ്പം കഥയിലെ മറ്റു സന്ദർഭങ്ങൾ പരിഗണിച്ച് ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. കഥാപാത്ര നിരൂപണം 6 മാർക്കിന്റെ ചോദ്യമായി പ്രതീക്ഷിക്കാം. എന്താണ് ചെമ്പുമത്തായിയെ കഥാപാത്ര നിരൂപണം ചെയ്യുക? നമുക്ക് പറഞ്ഞൂടെ ചെമ്പുമത്തായിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന്? ഈ സന്തോഷ് കുമാറിന്റെ പണയം എന്ന ചെറുകഥയിലെ ശ്രദ്ധേയനായ കഥാപാത്രമാണ് ചെമ്പുമത്തായി. സ്വാർത്ഥനാണ് ചെമ്പുമത്തായി, അല്ലെ? ധനികനാണ്. തന്റെ മക്കളെ പോലും ഒരുപാട് സ്നേഹത്തോടെയോ വാത്സല്യത്തോടെയോ സ്നേഹിക്കാത്ത പിതാവാണ്. ചെമ്പുമത്തായി പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ എന്നെ തല്ലിയാണ് വളർത്തിയത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, ഞാനും അവരെ തല്ലി കൊടുത്ത് വളർത്തുമെന്ന്. അത് ചെമ്പുമത്തായിയുടെ ഒരു സ്വഭാവമാണ്. പിന്നെ എന്താണ്? സ്വാർത്ഥനാണ്, അല്ലെ? പണം മാത്രമാണ് അദ്ദേഹത്തിന് മോഹം എന്ന് പറയുന്നത്. നല്ലൊരു കല ആസ്വാദകനും കൂടിയല്ല ആര് എന്ന് പറയുന്നത്? നമ്മുടെ ചെമ്പുമത്തായി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കൃത്യമായി ചെമ്പുമത്തായിയുടെ ഒരു സ്വഭാവ വിശേഷത കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. എന്താണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാട്ടോ. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് വായിച്ച് പഠിക്കുക. സെറ്റലടാ. കഥാപാത്ര നിരൂപണം ചെമ്പുമത്തായി. അടുത്ത കഥാപാത്ര നിരൂപണം ഉണ്ട് ഈ പാഠഭാഗത്തിൽ. പ്രത്യേകിച്ച് ആരെ കുറിച്ചാണ്? നമ്മുടെ ഈ റേഡിയോ പാട്ടൊക്കെ എനിക്കത്ര പിടുത്തില്ല. മനുഷ്യന്മാരെ മെനക്കെടുത്താൻ ഏർപ്പാടോളെ, ആ നേരം വല്ല പണിയും എടുത്താൽ 4 കാശുണ്ടാക്കാം. സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യ മനസ്സിലെ നന്മകൾ തല്ലിക്കെടുത്തുന്നുണ്ടോ? സമകാലീന സാമൂഹിക അവസ്ഥയും പണയമെന്ന കഥയും വിശകലനം ചെയ്ത് വളരുന്ന സമൂഹവും തളരുന്ന നന്മകളും എന്ന വിഷയത്തിൽ ഉപന്യാസം എഴുതുക. ഇപ്പൊ പണയമെന്ന ഒരു കഥയിൽ നിന്നും ഉപന്യാസം പ്രതീക്ഷിക്കാം. എത്ര മാർക്ക്? 6 മാർക്കിന്. ഇപ്പൊ എന്താണ് ചോദ്യം? വളരുന്ന സമൂഹവും തളരുന്ന നന്മകളും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാൻ. അപ്പൊ തലക്കെട്ട് വേണം. ഞാൻ കൊടുത്ത തലക്കെട്ട് നന്മയിലേക്ക് എന്നാണ്. ഇപ്പൊ എങ്ങനെയൊക്കെ പറയാൻ സാധിക്കും? നമ്മുടെ സമൂഹത്തിൽ നന്മകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിലും വിത്തുമില്ലുണ്ണി എന്ന് മുരുകൻ കാട്ടാക്കട നെല്ലിക്ക എന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട്. അതുപോലെ എന്താണ്? സമൂഹ ജീവിതത്തിൽ മൂല്യബോധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സ്നേഹമില്ലാത്ത, നന്മയില്ലാത്ത ഇന്നത്തെ മനുഷ്യന്റെ പ്രത്യേകതകൾ ഇവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഉപന്യാസം എഴുതുമ്പോൾ വളരുന്ന സമൂഹത്തിൽ, അല്ലെ, നന്മയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നാം മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും തുറന്ന രീതിയിൽ എല്ലാവരോടും ഇടപഴകുവാനും ചിരിക്കുവാനുള്ള മനസ്സ് നാം ഉണ്ടാക്കണം. ആ ഒരു മനസ്സിന്റെ സൃഷ്ടിയാണിടാ ഈ ഒരു പാഠഭാഗത്തിന്റെ ഉപന്യാസം എന്ന ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്താണ് ഉപന്യാസം എന്ന്? ഇത് വലിയൊരു പാരഗ്രാഫ് ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത, സമയം ഒരുപാട് പോകും. നിങ്ങൾ ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കുക. ഉപന്യാസം എങ്ങനെ തയ്യാറാക്കണം പണയം എന്ന പാഠഭാഗത്തിൽ. ഓക്കെല്ലടാ? പിന്നെന്താണ് ചോദ്യം? അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു, അല്ലെ? അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു. എന്താണ് അപരാധബോധം എന്ന് പറയുന്നത്? അതാണ് ചോദ്യം. നോക്കാം. എന്താണ്? വൃദ്ധനായ പിതാവിനെ തനിച്ചാക്കി താൻ ചിരതയുമായി മറുനാട്ടിലേക്ക് പോയതിലുള്ള കുറ്റബോധമാണ് കോരനെ വേദനിപ്പിച്ചത്, അല്ലെ? തന്റെ അച്ഛനെ ഒറ്റക്കാക്കിക്കൊണ്ട് ചിരതയുമായി നാട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയതിന്റെ കുറ്റബോധമാണ് ആരെ വേദനിപ്പിച്ചത്? നമ്മുടെ കോരനെ വേദനിപ്പിച്ചത്. ഏനും വേണ്ട എന്നാല് ഏനും കുടിക്കത്തില്ല. ഈ സംഭാഷണത്തിലെ ഭാഗങ്ങൾ തെളിയുന്ന ഭാവം എന്താണ്? അല്ലെ? കോരൻ പറയുകയാണ്, എനിക്കും വേണ്ട നീ കുടിച്ചോ. ചിരുത പറയുന്നു, എനിക്കും വേണ്ട നിങ്ങൾ കുടിച്ചോ എന്ന്. ഇതിലെ ഭാവം എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ഭാവം? കോരനും ചിരുതയും തമ്മിലുള്ള പരസ്പര സ്നേഹവും കരുതലും നോവൽ സന്ദർഭത്തിൽ നിന്ന് വായിച്ചെടുക്കാം, അല്ലെ? കോരനും ചിരുതയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ്, മൂല്യബോധങ്ങളോടുള്ള ഒരു താല്പര്യമാണ് ഇതിന്റെ ഭാവം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താടാ?
അതൊരു അക്ഷന്തവ്യമായ അപരാധമാണ്. അക്ഷന്തവ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കാനാവാത്തത്, അല്ലേ? ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാനാവുന്നതല്ല. കോരന്റെ ചിന്തകളിൽ പ്രതിഫലിക്കുന്ന അപരാധബോധം എന്തായിരുന്നു? അത് അയാൾ തിരിച്ചറിഞ്ഞപ്പോൾ കണ്ടെത്തി എഴുതുക. അപരാധബോധം എന്താണ് കോരന്റെ മനസ്സിലെ? എന്താണിടാ? പ്രശസ്ത നോവലിസ്റ്റ് തകഴി ശിവശങ്കർ പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ അല്പഭാഗമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠം. ഇതിലെന്താണ് പറയുന്നത്? ഈ അപരാധബോധം എന്ന് പറയുന്ന കോരനും ചിരിതയുമായുള്ള കല്യാണത്തിൽ പിതാവ് എന്ത് ചെയ്തു? എതിർത്തു. നമ്മുടെ പിതാവ് എതിർത്തു. ആ എതിർപ്പിൽ മനം കൊണ്ട്, ആ എതിർപ്പിൽ വിഷമിച്ച നമ്മുടെ കോരൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ചിരുതയും കൂട്ടി ആ വീട്ടിൽ നിന്നും മറ്റു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ കോരന്റെ പിതാവ് ചാത്തൻ അവിടെ തനിച്ചായി. തന്റെ പിതാവിനെ തനിച്ചാക്കിയതിനുള്ള ഒരു കുറ്റബോധമാണ് പൊറുക്കാനാവാത്ത അപരാധം എന്ന് കോരൻ പറയുന്നത്, അല്ലേ? ഇനി കഥാപാത്ര നിരൂപണം ചോദിക്കാം. അമ്മയുടെ കഥാപാത്ര നിരൂപണം ഏതാണ്? ഈ നമ്മൾ ഓരോ വിളിയും കാത്തിലെ അമ്മയുടെ കഥാപാത്ര നിരൂപണമില്ലേ? എന്തൊക്കെയാണ് പറയുന്നത്? അവശതകൾ ഉണ്ടെങ്കിലും ഭർത്താവ് വിളിക്കുമ്പോൾ ഓടിയെത്തും. അമ്മയുടെ കഥാപാത്രമാണ്. ഭർത്താവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന അമ്മ ഭർത്താവിന്റെ വിളികളിൽ സന്തോഷം കണ്ടെത്തുന്നതിനാൽ ചെറുപ്പത്തിന്റെ ഉത്സാഹത്തോടെ കാര്യങ്ങൾ അനുസരിക്കും, അല്ലെ? ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ് ഓരോ വിളിയും കാത്ത് ആ ഒരു കഥയിലെ അമ്മ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഭർത്താവിന്റെ മുറി ശൂന്യമായപ്പോൾ അമ്മ മൗനത്തിലേക്ക് വഴുതി വീഴുന്നതിൽ നിന്നും അവരുടെ ഭർത്താവുമായുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്നു. ഭർത്താവുമായി വളരെയധികം ആത്മബന്ധമുള്ള സ്ത്രീയാണ് ഇവിടെ അമ്മ എന്ന് പറയുന്നത്. ഭർത്താവിന്റെ വിളികൾ അസഹ്യമാകാറുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു, അല്ലെ? ഭർത്താവിനോട് ഒരുപാട് സ്നേഹമുള്ള സ്ത്രീ. ഭർത്താവ് ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും, എടിയേ എടിയേ എടിയേ. അപ്പം അവിടെ നിങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കൂലേ, എടേ ഇങ്ങോട്ട് വാ, നീ എടേ പോയേ. ആ വിളി കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ അല്ലേ? പക്ഷേ ഈ കഥയിലെ സ്ത്രീക്കും എന്താണ്? ഭർത്താവ് വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഇറിറ്റേഷൻ വരും. പക്ഷേ ആ വിളി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, അല്ലേ? പിന്നെന്താണ്? ഭർത്താവ് പോയി എന്ന് മറ്റുള്ളവരോട് പറയുമ്പോഴും പോയിട്ടില്ല എന്ന് കരുതുന്നു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോയിട്ടും ആ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല എന്ന് മറ്റുള്ളവരോട് പറയുന്ന ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഭാര്യയെ കാണാൻ സാധിക്കും, അല്ലേ? ആ ഒരു സ്നേഹമുള്ള പങ്കാളിയെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് ഒരു ആണിനും പെണ്ണിനും പരസ്പരം, അല്ലേ? അതെ. ഭർത്താവിന്റെ സാന്നിധ്യം തനിക്ക് ചുറ്റും അനുഭവിക്കുന്നു. ഭർത്താവ് മരിച്ചിട്ടും ഭർത്താവിന്റെ ആത്മാവ് തനിക്ക് ചുറ്റുമെന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, ഭർത്താവിന്റെ സാന്നിധ്യം തനിക്ക് ചുറ്റുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാര്യയെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സെറ്റിലടാ. പിന്നെന്താണ്? തന്റെ നാടിന്റെ സൗന്ദര്യത്തിലും സമ്പന്നതയിലും അഭിമാനിക്കുന്നു. നാടിൽ അഭിമാനിക്കുന്നു ആര്? ഭാര്യ. അച്ഛൻ ജീവിച്ച മണ്ണിൽ നിന്ന് അച്ഛൻ്റെ വിളികൾക്ക് ചെവി കൊടുക്കാതെ എങ്ങോട്ടും വരില്ല എന്ന് ഭാര്യ പറയുന്നു. അത്രമാത്രം ഭർത്താവിനെയും തന്റെ നാടിനെയും സ്നേഹിക്കുന്ന ഒരു അമ്മയെ കാണാൻ സാധിക്കും. വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും ചിത്രം അമ്മയിൽ കാണാം. വാർദ്ധക്യത്തിന്റെ സ്ത്രീയുടെ ചിത്രം അമ്മയിൽ കാണാൻ സാധിക്കും. പിന്നെ എന്താണ്? ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നത് അകത്ത് കാപ്പി വെച്ച് കൊടുക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാം. മാത്രമല്ല അവരുടെ ഭർത്താവിനോടുള്ള ഇഷ്ടം തന്നെയാണ് ഇവിടെ തെളിയുന്നതും. പിന്നെന്താണ്? തന്റെ ചുമതലകളെ കുറിച്ചും കൃത്യമായ ബോധ്യം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ നോക്കി നടന്ന പറമ്പ് അനാഥമാക്കി അമ്മയ്ക്ക് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞത്. മകൻ വിളിക്കുന്നു, നഗരത്തിലേക്ക് വാ, അമ്മ തനിച്ച് വീട്ടിൽ താമസിക്കണ്ട. പക്ഷെ അമ്മ പറഞ്ഞു, നിന്റെ അച്ഛൻ ഉറങ്ങുന്ന വീടാണിത്, എൻ്റെ ഭർത്താവ് മരിച്ച വീടാണിത്, അയാളുടെ ആത്മാവ് ഇവിടെയുണ്ട്, എൻ്റെ ഭർത്താവിനെ വിട്ടുകൊണ്ട് എവിടത്തേക്കും വരില്ല എന്ന് പറയുന്ന ഭർത്താവിനെ അതിഭീകരമായി സ്നേഹിക്കുന്ന ഒരു അമ്മയെ, ഒരു ഭാര്യയെ ഈ കഥയിൽ കാണാൻ സാധിക്കും. സെറ്റിലടാ. സെറ്റാണ്. അടുത്ത ചോദ്യം. മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി എന്ന് പ്രയോഗത്തിലൂടെ ഏതിന്റെ സാദൃശ്യ കൽപ്പനയാണ് കവി ആവിഷ്കരിക്കുന്നത്? ഇപ്പൊ എന്താണ് പിഞ്ഞാണ വർണ്ണം എന്നതുകൊണ്ട് കവി എന്താണ് പറയുന്നത്? അമ്മത്തൊട്ട് എന്ന് പറയുന്ന കവിതയിലെ വരികളാണല്ലേ. വൃദ്ധയായ അമ്മയുടെ കണ്ണുകളുടെ തെളിച്ചക്കുറവും ഭംഗിക്കുറവുമാണ് പിഞ്ഞാണ വർണ്ണം എന്ന പ്രയോഗത്തിലൂടെ കവി ആവിഷ്കരിക്കുന്നത്. അപ്പൊ പിഞ്ഞാണ വർണ്ണം എന്നതുകൊണ്ട് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിൽ കവി പറയുന്നത് അമ്മയുടെ കണ്ണിലെ തെളിച്ചക്കുറവും കാഴ്ചക്കുറവിനെയുമാണ്. സെറ്റല്ലേ? സെറ്റാണ്. അടുത്ത ചോദ്യം. നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടൽ വിരലാൽ കൈനീട്ടിയും ഓരോ മോമൽ കവിൾ തൊടുത്തും എല്ലാവരും നാണത്തോട് പരുങ്ങിയും ഒരുങ്ങിയും ഒടുങ്ങും ഓണക്കോടി ഉടുത്തൊരു ഷസേ. എന്തായാലും എന്ത് രസമാണ് സ്പീഡ് പാടാൻ. രസമാണ് സ്പീഡ് പാടി. നോക്കിയേ. പ്രഭാതത്തെ മനുഷ്യഭാവത്തിൽ അവതരിപ്പിച്ചതിന്റെ സൗന്ദര്യ വിശകലനം ചെയ്യുക. ഓണമുറ്റത്ത് എന്ന് പറയുന്ന കവിതയിലെ വരികളാണിവ. എന്താണ് ഈ ഒരു വരിയിൽ പറയുന്നത്? നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടൽ വിരലാൽ നീട്ടി മോമൽ കവിള് തൊടുത്തും തെല്ലൊരു നാണത്തോട് ഒരുങ്ങി ഓണക്കോടി ഉടുത്തൊരു ഷസ്സേ, അല്ലെ? ഓണക്കോടി ഉടുത്തൊരു ഷസ്സേ എന്ന് പറയുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? പ്രഭാതത്തെ മനുഷ്യഭാവത്തിൽ അവതരിപ്പിച്ചതിന്റെ സൗന്ദര്യം വിശകലനം ചെയ്യുക. ഇവിടെ മനുഷ്യഭാവത്തെ എങ്ങനെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്? നോക്കാം. ഓണം പോലെ മലയാളിയെ സ്വാധീനിച്ച മറ്റൊരു ആഘോഷമില്ല.
അനുപമമായ ഒരുക്കങ്ങളോടെ പ്രകൃതി ഓണത്തപ്പനെ സ്വീകരിച്ച് സിംഹാസനത്തിലെത്തിക്കുന്നു. ആഘോഷത്തിൽ പങ്കുചേരാൻ കുരുന്നുകളോട് ആഹ്വാനം ചെയ്യുന്ന മനോഹരമായ കവിതയാണ് ഓണം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ വരികളിലൂടെ പറയുന്നത്? ചങ്ങല വിളക്കിന്റെ നാളം ചുവന്ന വിരലുകൾ കൊണ്ട് നീട്ടിപ്പിടിച്ച് നാണം കൊണ്ട് തുടുത്ത കവിളുകളോടെ ഓണക്കോടിയുടുത്ത് പതുങ്ങിയാണ് പ്രഭാതം കടന്നു വരുന്നത് അല്ലെ. നാണത്തോടുകൂടി ഒരു സ്ത്രീ കടന്നു വരുന്നത് പോലെയാണ് പ്രഭാതത്തിൽ മലകളുടെ ഇടയിൽ നിന്നും സൂര്യൻ പൊന്തി വരുന്നത് പോലെ ഓണം വരുന്നത്, പ്രഭാതം ഒരുങ്ങുന്നത് എന്ന് പറയുന്നു. ഇവിടെയാണ് ആ ഒരു കവിതയുടെ ഒരു ദൃശ്യഭംഗി മനസ്സിലാക്കാൻ സാധിക്കുക. കിഴക്കൻ മലകളിൽ നിന്നും വരുന്ന പ്രഭാത കിരണങ്ങൾക്ക് ചുവപ്പ് നിറമാണ് അല്ലേ, ചുവപ്പ് നിറമാണ്. ഈ മലകളുടെ ഇടയിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ പൊന്തി വരികയാണ്. അതിന് നിറം എന്താണ്? നല്ല ചുവന്ന നിറമാണ്. പിന്നെന്താ, മലകൾ കടന്ന് വളരെ സാവധാനത്തിലാണ് പുലരി വെളിച്ചം താഴ്വാരങ്ങളിലേക്ക് എത്തുന്നത്. ചിങ്ങപ്പുലരിയുടെ സൗന്ദര്യം മുഴുവനും ഉൾക്കൊള്ളുന്ന വരികളാണ് ഇവ. മലകൾക്കിടയിൽ നിന്ന് ചുവന്ന കിരണങ്ങളുമായി പതുക്കെ കടന്നു വരുന്ന പ്രഭാതത്തിന് ഓണക്കോടിയുടുത്ത് നാണിച്ച് സാവധാനത്തിൽ നടന്നു വരുന്ന മലയാളി പെൺകുട്ടിയുടെ ഭാവമാണ് കവി കൽപ്പിച്ചിരിക്കുന്നത് അല്ലേ. ഈ പ്രഭാതം ഇങ്ങനെ പൊട്ടി വരുന്നത് ഓണരാവിൽ പ്രഭാതം ഇങ്ങനെ ഓണത്തിന്റെ രാവിലെ തന്നെ പ്രഭാതം ഇങ്ങനെ മലകൾക്കിടയിലൂടെ ചുവന്ന സൂര്യൻ പൊന്തി വരുന്നത് നാണത്തോടുകൂടി ഒരു മലയാളി സ്ത്രീ ഒരുങ്ങി വരുന്നതോടെ കവി സാദൃശ്യപ്പെടുത്തുന്നു. അതാണിടാ ഈ വരികളിലൂടെ കവി അർത്ഥമാക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. സെറ്റല്ലേ? അപ്പൊ നമ്മളുടെ മലയാളം സെക്കൻഡ് എന്ന് പറയുന്ന പരീക്ഷയിലേക്ക് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് എല്ലാ പാഠകവും കൃത്യമായി വായിച്ചു നോക്കുക എന്നത് തന്നെയാണ്. എല്ലാ പാഠവും, കവിതയായാലും കഥയായാലും ലേഖനമായാലും കൃത്യമായി വായിച്ചു പോവുക. എന്നിട്ട് വാടാ പ്രഡിക്ഷൻ ആണ് ഇന്ന് രാത്രി നടക്കുന്ന MS സൊല്യൂഷന്റെ എന്ത് കാണണം? പക്ക ഷുവർ ക്വസ്റ്റ്യൻസും കാണണം. എന്നിട്ട് നിങ്ങൾ പാഠഭാഗം ഒന്ന് വായിച്ച് എക്സാമിന് പോയി നോക്കടാ, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും ഉറപ്പ്. അത് ഞാൻ പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി പാഠഭാഗങ്ങൾ വായിക്കണം. അതാണ് എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ കേവലം ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ചു പോയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ഉത്തരം എഴുതാൻ പറ്റില്ല, മറന്നു പോകും. മറിച്ച് നിങ്ങൾ എന്ത് വേണം? പാഠഭാഗം ഒന്ന് വായിക്കണം. അത് വായിച്ചൊന്ന് പോവുക. സെറ്റല്ലേ? സെറ്റാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായി പഠിക്കുക. മലയാളം സെക്കൻഡിൽ ഉയർന്ന മാർക്കോട് കൂടി പാസ്സാവുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. താങ്ക് യു.